വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന കോൺഗ്രസ് വാദം തകർന്നതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സുപ്രീം കോടതിയുടെ വിധി വന്നതോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. മുനമ്പം ജനത ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ നേരിടുന്ന വഖഫ് അധിനിവേശ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എൻ.ഡി. മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ശ്രമങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ നടപടികൾ. ബി.ജെ.പി. മുനമ്പം ജനതയ്ക്ക് നൽകിയ വാക്ക് ഇതോടുകൂടി യാഥാർത്ഥ്യമാവുകയാണ്. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിയമ ഭേദഗതിയിലെ നടപടികളായ സെക്ഷൻ 40 നീക്കം ചെയ്തതും സെക്ഷൻ 2 ചേർത്തതുമായ നടപടികളിൽ ഒരു തരത്തിലുള്ള ഇടപെടലും സുപ്രീം കോടതി തയ്യാറായിട്ടില്ലെന്നത് ഏറെ ശ്രദ്ധേയമാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും CPM-ഉം ഉൾപ്പെടെയുള്ള എൻ.ഡി. മുന്നണിയിലെ മറ്റു പാർട്ടികളും കോടതിയിൽ ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം വഖഫ് ബോർഡിലും കൗൺസിലിലും മറ്റു മതവിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായാണ് സുപ്രീം കോടതി നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഉത്തരവ് സ്വാഗതാർഹമാണ്. വഖഫ് കയ്യേറ്റത്തിൻ്റെ പേരിൽ ഭീഷണി നേരിടുന്നവർക്കും യഥാർത്ഥ വഖഫ് ഭൂമിക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ് നിയമ ഭേദഗതിയും ഇപ്പോഴുണ്ടായ സുപ്രീം കോടതിയുടെ ഇടപെടലും. എന്നാൽ മുനമ്പം ജനതയ്ക്കുൾപ്പെടെ നീതി ലഭിക്കേണ്ട നിയമ ഭേദഗതിയെ പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാരണം കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും അന്ധമായി എതിർക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഇക്കൂട്ടർക്ക് തിരിച്ചടി കിട്ടിയ പശ്ചാത്തലത്തിലെങ്കിലും മുനമ്പം ജനതയെ പോലെ സ്വന്തം മണ്ണിനായി പോരാടുന്നവർക്കൊപ്പം നിന്ന് നിയമ ഭേദഗതിയെ അംഗീകരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാവണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു.